ഹായ് ഗെയ്സ്, ഇത് നമ്മുടെ സോണിയുടെ ഒറിജിനൽ ട്യൂട്ടറാണ്, ഒറിജിനൽ പാർട്സ് ആണ് അവരുടെ. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ പഴയ ഓൾഡ് സ്റ്റോക്ക് ഇരുന്നിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, ഇത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ SM ഇലക്ട്രോണിക്സിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഇതിൻ്റെ കണക്റ്റിംഗ് വയറൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതെനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇങ്ങനെ എടുത്തിട്ട് വന്നതാണ് രണ്ടെണ്ണം. കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ പുറകു വശം എടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ മാഗ്നറ്റ് തന്നെയാണ് വരുന്നത്. നല്ല മാഗ്നറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ ഞാൻ പറഞ്ഞ കാര്യം ഇത് മാഗ്നറ്റ് ആണെന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് ചൈന പ്രോഡക്റ്റ് ആണ്, കണ്ടില്ലേ, ചൈനയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ബാക്കിൽ ചൈന എന്ന് എഴുതിയിട്ടുണ്ട്. സോണിയുടെ ഒറിജിനൽ പാർട്ടി തന്നെയാണ് അതിൻ്റെ കൂടെ വരുന്നത് തന്നെയാണ്. അവർ നേരത്തെ അവരുടെ ഏതെങ്കിലും ബോക്സിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ്. ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് സാധനമാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ഓഡിയോ ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചില്ല, നിങ്ങൾ ആദ്യം കേട്ട് കാണും. നല്ല രസമുള്ളൊരു ഓഡിയോ ആണ്. ഒരുപാട് ചെവി തുളഞ്ഞ് കയറുന്ന അത്രയും ഇതായിട്ടുള്ള ഒരു ഷില്ലിംഗ് അല്ല ഇതിൽ നിന്ന് വരുന്നത്. വളരെ ലൈറ്റായിട്ടുള്ള നല്ലൊരു ഓഡിയോ കിട്ടുന്ന രീതിയിലുള്ള ഷില്ലിംഗ് ആണ് വരുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫോസി ഓഡിയോയുടെ BT30D Pro എന്ന് പറയുന്ന ഒരു മോഡലിലാണ്. ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ഇത് ക്ലാസ് D ആമ്പാണ്. ബാസ് ട്രിബിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആമ്പ് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടി വിൻറ്റേജ് ടൈപ്പ് ആംപ്ലിഫയറുകളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രസമുള്ള സൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് കൊള്ളൂല എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കൊള്ളാം, പക്ഷേ ഗെയിൻ നമുക്ക് നല്ല രീതിയിലുള്ള ഗെയിൻ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കണം. കാര്യം ഇതിൻ്റെ പകുതി ഈ ഒരു ലെവലിൽ വരെ നമുക്ക് ഗെയിൻ സാധാരണ ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു സൗണ്ടിലായിരിക്കും കേൾക്കുന്നത്. ഇതിൻ്റെ പകുതി കൂടുതൽ മുന്നിലോട്ട് പോകുമ്പോഴേക്കും അടിപൊളി സൗണ്ടാണ്. നല്ല ബ്രാൻഡ് സ്പീക്കറുള്ള ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് പാട്ട് കേൾക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് BT30D Pro ഫോസി ഓഡിയോയുടെ. ഇതിപ്പോൾ ചെറിയൊരു ട്യൂട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗെയിനിൻ്റെ കൂടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ലൊരു ഓളിയം കൊടുത്താൽ നമുക്കിത് കേൾക്കാൻ പറ്റും. കാര്യം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഫോൺ വഴി എടുക്കുന്നതാണ്. അപ്പോൾ നല്ല ഓളിയം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ മൈക്ക് വഴി കേൾക്കുമ്പോൾ ഒരു പതർച്ച നിങ്ങൾക്ക് ഫീൽ ആകും. അതുകൊണ്ട് എനിക്കിത് ഓവറായിട്ട് ഓളിയം കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഫോസി ഓഡിയോയുടെ ഓളിയം കുറച്ച് കൂട്ടി വെച്ചാൽ മാത്രമേ നമുക്കത് കറക്റ്റ് കിട്ടും. ഇത്രയും കൂട്ടി വയ്ക്കുമ്പോൾ ഭയങ്കര സൗണ്ടായി പോകും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പതർച്ചയായിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു മിനിമം സൗണ്ടിൽ ഇത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഞാനൊരു വേറൊരു പാട്ടും കൂടെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊരു പാട്ടിടാം. പാട്ടിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രിബിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സപ്പോർട്ടിന് വേണ്ടി ഞാനൊരു സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്യൂട്ടർ അല്ലാതെ വേറൊരു സ്പീക്കർ കൂടെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു പാട്ടിടാം. ഞാനിപ്പോൾ ട്രിബിൾ കുറയ്ക്കുകയാണൊന്ന്. ഇപ്പോൾ ട്രിബിൾ കുറച്ച് വെച്ചേക്കാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ വീണ്ടും കൂട്ടുകയാണ്. നല്ല സ്വീറ്റായിട്ടുള്ളൊരു സൗണ്ടാണ് വരുന്നത്. ഓവർ ഷില്ലിംഗ് ഒന്നുമില്ല, സ്വീറ്റായിട്ടൊരു സൗണ്ട് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. അടുത്ത് ഞാൻ കാണിക്കുന്നത് ആ സ്പീക്കർ, ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്തിരുന്ന സ്പീക്കർ ഞാൻ ഒഴിവാക്കിയിട്ട് ട്യൂട്ടർ മാത്രമായിട്ടാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാട്ട് ഇടുകയാണ്. ട്രിബിൾ ഞാൻ അല്പം കുറയ്ക്കുകയാണ്. ട്രിബിൾ കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാനൊന്ന് കൂട്ടുകയാണ്. പിന്നെ അല്പം ഓളിയം കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓളിയം കുറച്ചു, അതായത് ട്രിബിളിൻ്റെ ഒരു സൈഡ് ട്രിബിൾ കുറച്ചു.
എന്തായാലും കൊള്ളാം, നല്ലൊരു ട്യൂട്ടർ തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട്, ഓവറായിട്ടുള്ള ഷില്ലിംഗ് ഒന്നുമില്ല. സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടാണ്, ആവശ്യത്തിനുള്ള ഷില്ലിംഗ് ഉണ്ട്. പിന്നെ കിട്ടുന്ന ഷില്ലിംഗ് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ആംപ്ലിഫയറും കൂടെ ആണ്. അപ്പോൾ അതിൻ്റേതായൊരു ഗുണവും കൂടെ നമുക്ക് ട്യൂട്ടർ വഴി കിട്ടേണ്ടതാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം. നിങ്ങൾ കുറച്ചുകൂടെ വിൻറ്റേജ് ടൈപ്പ് ഒരു വിൻറ്റേജ് സ്റ്റൈൽ, ഇപ്പോൾ ജോഷി സാറിൻ്റെ LJ 608 ഫിലിപ്സ് 40 അതുപോലെയുള്ള ആംപ്ലിഫയറിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ, അല്ലെങ്കിൽ സോണിയുടെ ഒക്കെ പഴയ ഡക്കിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഒരു സൗണ്ട്, സീറ്റുള്ള കുറച്ചും കൂടെ നല്ല സൗണ്ടുകൾ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നല്ല പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു ഒരു പെയറിന് 800 രൂപയ്ക്കകത്തുള്ളൊരു പെയറിന് വിലയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ SM ഇലക്ട്രോണിക്സിൻ്റെ നമ്പർ ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാട്സപ്പിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം. വളരെ എനിക്ക് തോന്നുന്നു ഇനി ഒരു 50 പീസിനകത്ത് മാത്രമേ കാണത്തുള്ളൂ. ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഓക്കെ, വീഡിയോ കണ്ടതിന് നന്ദി. ഇതുവരേക്കും തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദിയുണ്ട്. താങ്ക് യു.